സുധീർ മലയിൽ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ലിജോ തുടരൂ. ശ്രീ സുധീർ, എന്നാണ് ഈ മൊഴി അങ്ങ് കൊട്ടാരക്കര കോടതിയിൽ നൽകിയത്? ഒപ്പം തന്നെ ഈ സംഭവത്തിൽ ഗണേഷ് കുമാർ ബോധപൂർവം ഉമ്മൻചാണ്ടിയെ കൊടുക്കുകയായിരുന്നു എന്ന് ഒരു മൊഴിയായി താങ്കൾ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അങ്ങയുടെ പക്കൽ കാണും. എന്താണ് അത് സംബന്ധിച്ച് താങ്കളുടെ കയ്യിലുള്ള വിവരങ്ങൾ? എന്താണെന്ന് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം അങ്ങനെ ഒരു ചതി ചെയ്യും എന്നൊരു ഊഹം പോലും നമുക്കുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന് തിരികെ മന്ത്രിയാകാൻ കഴിയാതിരുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പലവട്ടം അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരാളെന്ന നിലയിൽ, ഒരു കോൺഗ്രസ്സുകാരനായിരുന്നുവെങ്കിലും അദ്ദേഹവുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം, ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ഞാൻ കാണിച്ചു കൊടുക്കാം, ഒരു പാഠം പഠിപ്പിക്കും, പിന്നെ പെണ്ണ് കേസിൽ ഞാൻ കൊടുക്കും, ഇങ്ങനെയൊക്കെ നമ്മളോട് മുഖതാവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം നമ്മളത് കേട്ടു നിന്നതേ ഉള്ളൂ, തിരിച്ചു മറുപടിയൊന്നും പറയാൻ പോയിട്ടില്ല. ഇതാണ് നമുക്ക് നേരിട്ടുള്ള ഒരു അനുഭവമാണ്. പിന്നീട് അദ്ദേഹം UDF-ൽ നിന്നും അകന്നു, LDF-ലേക്ക് പോയി. ആ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തു നിന്നും വീണ്ടും മത്സരിച്ചു, അദ്ദേഹം വിജയിച്ചു. ഈ സോളാർ കേസ് കത്തി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അതേപടി പാലിച്ചു എന്നുള്ളത്. അത് വലിയൊരു സോളാർ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ താങ്കൾക്ക് ആ കാലയളവിൽ ഉണ്ടായിരുന്നു? ഇവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു, എനിക്ക് ബോധ്യമാണ്. ഞാൻ പത്തനാപുരം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഒരു പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിലുള്ള ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു അല്ലേ? ആരെയാണ്? ഈ സോളാർ പരാതിക്കാരിയുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നു ഗണേഷിന് അന്ന് തന്നെ? നമ്മള് പലവട്ടം അദ്ദേഹത്തിന്റെ അജന്ത വസതിയിലും പിന്നെ ഒഫീഷ്യൽ വസതിയിൽ, മന്ത്രിയുടെ വനം കായിക സിനിമാ വകുപ്പ് മന്ത്രിയുടെ അന്നത്തെ വസതി എന്ന് പറയുന്നത് നന്തൻകോടുള്ള അജന്തയിലാണ്. അവിടെ വെച്ചും പിന്നെ മന്ത്രി ഓഫീസിലുമൊക്കെ ഇവരുടെ സാന്നിധ്യം പലവട്ടം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ നല്ല അടുപ്പമാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ബോധ്യം എനിക്കുണ്ട്. പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഗണേഷ് കുമാറുമായി തെറ്റിയതും അകന്നതുമൊക്കെ? അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? തെറ്റിയത് 2015 ഇദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ അദ്ദേഹവുമായി അകന്നത്. അതുവരെയും അന്നും ഞാൻ കോൺഗ്രസ് ആണ്, ഇന്ന് കോൺഗ്രസിന്റെ പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റുമാണ്, അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാവേലിക്കര പാർലമെന്റ് ജനറൽ സെക്രട്ടറിയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ പ്രവർത്തനത്തിലെ ഒരു നേതാവായി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ഈ മുന്നണി സംവിധാനത്തിലുള്ള ഒരു മന്ത്രിയോടൊപ്പം സ്റ്റാഫ് ആകുമ്പോൾ വളരെ കൃത്യമായി ഒരു തരത്തിലുള്ള മോശം തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും പോകാതെ കൃത്യമായി അദ്ദേഹത്തോടൊപ്പം ആത്മാർത്ഥമായി അദ്ദേഹം എന്നെയും നന്ദി ശ്രീ സുധീർ മലയിൽ. എന്തായാലും 2011 മുതൽ 2013 വരെ കെ ബി ഗണേഷ് കുമാറിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന സുധീർ മലയിലിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.